മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ വമ്പൻ വിജയം നേടി രണ്ടാം വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യവാരം പിന്നിടുമ്പോഴും ചിത്രം കേരളത്തിലെ 300-ൽ പരം സ്ക്രീനുകളിലാണ് പ്രദർശിപ്പിക്കുന്നത്. ഗംഭീര പ്രേക്ഷക പിന്തുണയാണ് ചിത്രത്തിന് കേരളത്തിൽ ലഭിച്ചിരിക്കുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച 7ാമത്തെ ചിത്രം കൂടിയാണ്. വെയ്ഫറർ ഫിലിംസാണ് കേരളത്തിൽ ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. റിലീസ് ചെയ്ത ആദ്യവാരത്തിൽ തന്നെ ചിത്രം 50 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരുന്നു. ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ്, ഭ്രമയുഗം, ടർബോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 50 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം കൂടിയാണ് കളങ്കാവൽ. കുപ്രസിദ്ധമായ സയനൈഡ് മോഹൻ കേസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുക്കിയ ചിത്രം ആദ്യാവസാനം വരെ പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം തുടരുകയാണ്. ചിത്രം ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ്. ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് കളങ്കാവൽ. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം തകർപ്പൻ പ്രകടനത്തോടുകൂടി ഇതിനോടകം നേടിയത് 60 കോടിക്ക് മുകളിലാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ഗൾഫിലും ചിത്രം മികച്ച പ്രതികരണം തന്നെയാണ് നേടിയിരിക്കുന്നത്. വിനായകൻ നായകനും മമ്മൂട്ടി പ്രതിനായകനുമായി എത്തിയ ചിത്രം ഇരുവരുടെയും അസാമാന്യമായ പ്രകടന മികവിലാണ് പ്രേക്ഷകരെ ഞെട്ടിക്കുന്നത്. തീർച്ചയായിട്ടും 100 കോടി ക്ലബ്ബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു മമ്മൂട്ടി ചിത്രം. വീഡിയോ അവസാനിക്കുന്നു. പുതിയ എന്റർടൈൻമെന്റ് മൂവി അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.